ആരുടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് പാടാനൊരു അവസരം തരോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? വേടന്റെ കൂടെ പെർഫോം ചെയ്യണമെന്നുണ്ട്, പിന്നെ അനിരുദ്ധ് സാറ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഒപ്പം നിങ്ങൾ എല്ലാവരും വേടന്റെ ഫാൻസ് ആണല്ലേ? ശരിക്കും എന്തുകൊണ്ടാണ് വേടൻ ഇത്രയും ഇഷ്ടമാകാൻ കാരണം? ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഗോട്ട് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒരു അടച്ചിട്ട ഒരു ഹാളിലായിരുന്നു. അവിടെ വെച്ചിട്ട് പൊട്ടനാടയില് ഞങ്ങളുടെ ഒരു ഇൻസ്ട്രുമെന്റ് പൊട്ടി നിലത്തേക്ക് ആ കാലം പോയി. പോകുന്ന തലനി ആളുന്ന ലോകത്തിൻ മോഹത്തിൻ നിരണി അന്നത്തെ അന്നത്തിനായി ഓടും നീ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. വല്ലവനും പുല്ലുമായതുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മള്. പക്ഷേ അതെല്ലാം തെളിയിക്കുന്ന തരത്തിൽ ഒരു കൂട്ടം ടീം എൻ്റെ കൂടെയുണ്ട്. ഡബ്ബ ബോയ്സ് അല്ലെങ്കിൽ ഡബ്ബ ബീഡ്സ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ തൃശ്ശൂർക്കാർ പിള്ളേർ ഇവിടെ റെഡിയാണ്. ഹലോ, ഹായ് പറയ്. ഹായ്. അപ്പം നമ്മൾ ഇത്ര അധികം ആൾക്കാരുള്ളത് കൊണ്ട് പേര് പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ എല്ലാരെയും പരിചയപ്പെടും അല്ലേ? ഓക്കെ. ഇപ്പം ഞാൻ ഇവരിലേക്ക് ഇപ്പൊ എത്താനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു പാട്ട് വൈറലായി. ആ പാട്ട് വൈറലായതിന് മാത്രമല്ല, ആ പാട്ടിന് നമ്മുടെ സശാൽ അനിരുദ്ധ് കമന്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ? കമന്റ് ഉണ്ടോ? ഹാപ്പി. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടാമത്തെ തവണയാണ് അനിരുദ്ധ് നിങ്ങളുടെ പാട്ടിന് കമന്റ് ചെയ്യുന്നത് അല്ലേ? രണ്ടിന് കൂടുതലായി ആൾക്ക് കമന്റ് ചെയ്തിട്ട് ഞങ്ങളെ ഷെയർ ചെയ്തിട്ട് രണ്ട് നാല് വട്ടം ചെയ്തിട്ടുണ്ട്. അനിരുദ്ധ് നിങ്ങളുടെ ഒരു ഫോളോവർ ആണെന്ന് പറയാം അല്ലേ? അനിരുദ്ധ് സാറാണ് ഞങ്ങൾക്ക് തുടക്കം വെച്ച് തന്നത്. ആദ്യം ഞങ്ങള് ടീമായിട്ടൊന്നും ആണേറ്റ് മുമ്പ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടപ്പോ അത് സ്റ്റോറി ഇട്ടിട്ട് പിന്നെ ഞങ്ങളെ ആദ്യമേ, അതായത് ലിയോയുടെ മ്യൂസിക് ചെയ്ത സമയത്താണ് ആദ്യം പുള്ളി ഇട്ടത് അല്ലെ? ലിയോടെ അറബിക്കുത്ത് പറഞ്ഞ പാട്ട്. ഓ, അതിന് ചെയ്തു. ലിയോയുടെ പിന്നെയും ചെയ്തു. ഇപ്പൊ വീണ്ടും 2 ദിവസം മുമ്പ് വീണ്ടും ചെയ്തിട്ടുണ്ട് മോണിക്ക. നമുക്ക് മോണിക്ക പാടി തുടങ്ങിയാലോ? അപ്പൊ പാടാം. റെഡിയല്ലേ? ഓക്കെ. നിലവസല പാർക്കും തഞ്ചാവൂർക്കാരി മനസ്സരണ്ടാക്കി ഒരവാക്കില്ലേ ഇരുമ്പ കരുമ്പാക്കും പപ്പാരി ലാരി ഭാഷ കൈപ്പട്ട് കൗന്തമല്ല മോനിക്ക love you മോനിക്ക my dear മോനിക്ക baby ma മോനിക്ക കിച്ച് കിച്ച് മാ പതി കിച്ച് മാ മോനിക്ക love you മോനിക്ക baby ma മോനിക്ക കിച്ച് കിച്ച് മാ പതി കിച്ച് മാ ഏ ജുമ്മട്ട് ജുമ്മട്ട് ജും താക്ക് ജുമ്മ ചുമ്പ ചുമ്മ ജും താക്ക് ജുമ്മട്ട് ജുമ്മട്ട് ജും താക്ക് ജുമ്മ ചുമ്പ ചുമ്മ ജും താക്ക് ജുമ്മ ചുമ്പ ജുമ്മ ചുമ്പ ജുമ്മ ചുമ്പ ജുമ്മ ചുമ്പ ജുമ്മട്ട് ജുമ്മട്ട് ജും താക്ക് ജുമ്മ ചുമ്പ ജുമ്മ ജും താക്ക് ജുമ്മട്ട് ജുമ്മട്ട് ജും താക്ക് ജുമ്മ ചുമ്പ ചുമ്മ ജും താക്ക് ജുമ്മ ചുമ്പ ജുമ്മ ചുമ്പ ജുമ്മ ചുമ്പ ജുമ്മ ചുമ്പ ജുമ്മട്ട് ജുമ്മട്ട് ജും താക്ക്. ശരിക്കും പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് ആരാ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ കൂടെ നിന്ന്? ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്? ഞങ്ങള് യാദൃശ്ചികമായിട്ട് തുടങ്ങിയതാണ്. അത് ഞങ്ങൾ വെറുതെ ഞങ്ങള് വീടിന്റെ അടുത്തുള്ള എല്ലാരും കൂടിയിട്ട് കൊട്ടി. അത് പിന്നെ വീഡിയോ എടുത്തിട്ട് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വൈറലായപ്പോ ഞങ്ങളായിട്ട് ഇങ്ങനെ തീരുമാനിച്ചതുപോലെ ഒരു ബാൻഡായിട്ട് തുടങ്ങാം. പിന്നെ അത് ഞങ്ങള് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് പിന്നെ റീസൈക്കിൾഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റില് കുറെ ബാൻഡുകളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലധികം ഇല്ല, പുറം രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാൻഡായിട്ട് തുടങ്ങിയതാണ്. ഈ ഡ്രമ്മും പിന്നെ ഇങ്ങനെയുള്ള ഈ ഇതെന്ത് ബക്കറ്റ്, ഇത് പെയിന്റിന്റെ ബക്കറ്റ് ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്രംസ് പോലെയാണ് നിങ്ങൾ യൂസ് ചെയ്യണത്. അപ്പം ഇതൊക്കെ എന്തായാലും ആരുടെയെങ്കിലും കയ്യിലൊരു ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടാവണം. ശരിക്കും അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആരാണ്? ഹെൽപ്പ് ചെയ്തത് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യണ ഇന്ദ്രിത്തേട്ടുണ്ട്. പിന്നെ ഞങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. അത് ശരിക്കും ഡ്രംസ് പോലെ തന്നെ ചെയ്ത് തന്നെയാണ്. ഡ്രംസ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ സ്ക്രാപ്പ് ഇൻസ്ട്രുമെന്റിലായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് തന്നെയാണ്. ശരിക്കും ഉള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ നിങ്ങൾ ശരിക്കും പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? പാട്ട് ശരിക്കും പഠിച്ചില്ല, ഇപ്പൊ പഠിച്ചു തുടങ്ങി. കൊട്ടൊക്കെ പഠിച്ചു? കൊട്ട് അധികം ആൾക്കാരും പഠിച്ചില്ല. ഇല്ല, ആരും പഠിച്ചിട്ടില്ല. ഈ ചെറിയ ആള് എപ്പോ തൊട്ടാണ് ഇവിടെ വന്നു തുടങ്ങിയത്? പേരൊന്ന് പറയോ? ഇതൻ. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. ഈ ആള് എപ്പോ തൊട്ട് ഇവിടെ എത്തിയത്? ഫസ്റ്റ് തൊട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
പാടും. പാട്ട് പാടുമോ? ശരിക്കും പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇപ്പൊ പാടാമോ? പാട്. വേടനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വേടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണോ? ആണ്. പറ, ഒന്ന് ഉറക്കെ പറ. എന്തു പറ്റി? ഇത്ര നേരം ഭയങ്കര എനർജി ആയിരുന്നല്ലോ. വേടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഇതന്നെ. വേടനെ മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടോ? ഉണ്ട്. വേടനെ മീറ്റ് ചെയ്യുമ്പോ ആദ്യം എന്തായിരിക്കും പറയാൻ പോണേ? ചോദിക്കാം. കണ്ട പാടെ ഞങ്ങളോട് പെർഫോം ചെയ്യാന്ന് ഡബ്സി ചേട്ടൻ കണ്ടപ്പോ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? പ്രധാനമായിട്ട് എന്താ പറഞ്ഞത്? ഇനിയും ഇങ്ങനെ വീണ്ടും കണ്ടുമുട്ടാം, പുതിയ വീണ്ടും വലിയ നിലയിലേക്ക് എത്തട്ടെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഡബ്സിയിലേക്ക് എങ്ങനെ എത്തിയത്? ഡബ്സി എന്ന് വെച്ചാൽ അവിടെ ആലങ്കോട് പഞ്ചായത്തിന്റെ ഒരു പരിപാടി നടക്കണായിരുന്നു. അത് ഡബ്സി ചേട്ടന്റെ വീട്ടു സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ അവിടേക്ക് ഡബ്സി ഉള്ള പരിപാടി ഉണ്ട്. അപ്പൊ ഞങ്ങളെയും കൂടി വിളിച്ചതാ. അപ്പൊ എല്ലാരും രണ്ടുപേരും കൂടിയിട്ട് കൊളാബ് ചെയ്യാന്നുള്ള രീതിയിൽ വിളിച്ചു. ഡബ്സി നിങ്ങളോട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ പാട്ടൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നോ? ആ, ഞങ്ങൾ മുമ്പ് തൊട്ടിട്ട് ആള് ഞങ്ങക്ക് ഭയങ്കര സപ്പോർട്ട് തന്ന ആളാണ് ഡബ്സി. അതിനുശേഷം പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുവോ, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുവോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ, അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത പരിപാടി അത്. ഇത് കഴിഞ്ഞതിന് ശേഷം കണ്ടുകൂട്ടാൻ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയില്ല. സ്കൂളിൽ നിന്നൊക്കെ എത്ര ഉണ്ട്? സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? നല്ലോണം സപ്പോർട്ട് ഉണ്ട്. എന്റെ പേര് ഭഗവത് കൃഷ്ണ, 9ല്. ഇവിടെ അയാളുടെ പേരോ? ആദിത്യൻ. പേടിയുണ്ടോ? ഇല്ല. എത്രയില് പഠിക്കുന്നത്? 8ല്. അവിടെയോ? ഭാനുകൃഷ്ണ. എനിക്ക് നിങ്ങളുടെ പേര് ഭയങ്കര വെറൈറ്റി ആണല്ലോ. തൃശ്ശൂർ ഭാഗത്തുള്ള സ്പെഷ്യലാണോ ഈ പേരൊക്കെ? അങ്ങനെയല്ല. അപ്പൊ സ്കൂളിൽ നിന്ന് എത്ര സപ്പോർട്ട് ഉണ്ട്? സ്കൂളിൽ നിന്ന് നല്ലോണം സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങളാണ് സ്കൂളിലെ സ്റ്റാർസ് എന്ന് തോന്നുന്നു അല്ലേ? സ്കൂളിൽ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രോഗ്രാംസ് നടത്താറുണ്ടോ? ഇല്ല. സ്കൂളിൽ ഇപ്പൊ വേറെ കുറെ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടില്ല ഇതുവരെ? ഇല്ല. ടീച്ചേഴ്സ് ഒക്കെ പറയാറില്ലേ ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ? അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒരു സ്കൂളിലല്ല, പലരും പല സ്കൂളിലാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഓക്കെ. അപ്പം ഇയാളുടെ പേരെന്താ? ആദീഷ്. ആഷിഖാന്ന് തോന്നുന്നു ഇതിന്റെ മെയിൻ, ഈ ഏരിയയുടെ മൊത്തം മെയിൻ അല്ലേ? അല്ല, എന്റെ ഇത് ഈ ഡ്രംസ് കൊട്ടണ ചെക്കുണ്ട്, അവന് വേറൊരു ഫംഗ്ഷൻ ആയിട്ട് പോയേക്കും. പക്ഷെ എല്ലാരും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. ഒരു ഇതെല്ലാരും മാറി വിട്ടു. ഈ ഡ്രംസ് ഒക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ എല്ലാവരും യൂസ് ചെയ്യുന്ന അടിപൊളി സാധനം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മേടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? എന്നുവെച്ചാ ഞങ്ങൾ ഇതും തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാനാണ് താല്പര്യം കൂടുതൽ.
അല്ലാതെ ഇപ്പം നമ്മൾ വലിയ സ്റ്റേജ് ഷോസിലൊക്കെ ആൾക്കാർ ചെയ്യണ പോലെ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കണം, അതിലൊരു തവണ യൂസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. എന്നുവെച്ചാൽ വലിയ പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ ഉണ്ട്, വലിയ സ്റ്റേജൊക്കെ. എന്നുവെച്ചാൽ ഈ ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റും തന്നെ സ്ക്രാപ്പായിട്ട് ഇൻസ്ട്രുമെന്റും തന്നെ ചെയ്യാനാണ് താല്പര്യം. ഞാൻ +2 ഇപ്പോൾ. പഠിത്തത്തിന്റെ ഇടയിൽ എപ്പോഴാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നത്? പിന്നെ മുടക്കുള്ള ദിവസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് മോട്ടിവേഷൻ തരുന്നത്? അതെന്ന് വെച്ചാൽ ഞങ്ങള് ചെയ്യാൻ എന്തോ ഞങ്ങൾ ചെയ്യാന്നുള്ളതാണ്, സ്വന്തമായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പം ഇപ്പം അനിരുദ്ധ്, അതേപോലെ തന്നെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഡബ്സി ഒക്കെ കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണാറുണ്ടോ? അപ്പോൾ വീട്ടുകാരൊക്കെ എന്താ പറയാ? അവരൊക്കെ നല്ല സന്തോഷം, ഹാപ്പിയാണ്. ഡബ്സി ആണോ അനിരുദ്ധാണോ അല്ലെങ്കിൽ വേടനാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആരും പറയും? എല്ലാവരും ഇഷ്ടം തന്നെ. വേടന്റെ ഒപ്പം പെർഫോമൻസ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. വേടൻ ഇതുവരെയും നിങ്ങളുടെ വീഡിയോസ് കണ്ടില്ല എന്ന് തോന്നുന്നു, കമന്റ്സ് ഒന്നും വന്നില്ല അല്ലേ? കമന്റ് ഒക്കെ ഇട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള വേടന്റെ പാട്ട് ഏതാ? വേടന്റെ പാട്ട് കുതന്ത്രം. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത ഒരാളിലേക്ക് കൂടെ പോവാട്ടാ. എന്താ പേര്? ശ്രീഹരി KM. ഓക്കെ. നമ്മളിങ്ങനെ ശ്രീഹരി KM A to B ഇങ്ങനെയുള്ള ആളാണോ? സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. അല്ല, സാധാരണ ഞങ്ങളൊക്കെ ചില പിള്ളേരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ശ്രീഹരി KP 7B ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയാണോ? പഠിപ്പിച്ചിട്ടാണോ സ്കൂളിലെ? ആരാ സ്കൂളിൽ ഫസ്റ്റ്? വേറെ കുട്ടികളുണ്ട്. പക്ഷെ നമ്മള് പാട്ടിലൊക്കെ പുള്ളിയല്ലേ അല്ലേ? സ്കൂളിൽ പാട്ടിന് പുള്ളി നമ്മളല്ലേ? അതെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിലേക്കുള്ള ഇഷ്ടം എങ്ങനെ വന്നേ? അത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ കൊട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഒന്നും പഠിക്കുന്നില്ല നിങ്ങളാരും, ടെക്നിക്കലി ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ ഇഷ്ടം കൊണ്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഈ സാധനത്തിന് ശരിക്കും നിങ്ങൾ എന്താ പറയാ? പലക അല്ല, മീൻസ് ഇതിന് ഈ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിന് പലകാന്ന് മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് കുട്ടികൾ പലകാന്ന് മാത്രമേ പറയുള്ളൂ. ആണ്. അപ്പം ചെണ്ട ഇഷ്ടമാണ്. ചെണ്ടയിൽ കൊട്ടണം എന്നൊക്കെ ഉണ്ടോ? നിങ്ങളൊരു ദിവസം ഒരു ചെണ്ട കൊട്ടുന്ന ചേട്ടന്മാരൊപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊട്ടുന്ന ഞാൻ കണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ചെണ്ട കൊട്ടുന്ന ചേട്ടന്മാര് നിങ്ങൾ, അതെന്തായിരുന്നു പരിപാടി? അത് ഒരു മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്തു. അവിടെ നിങ്ങളെ വിളിച്ചു അല്ലേ? അവിടെ എന്താ നിങ്ങൾക്ക് ട്രോഫി സമ്മാനങ്ങളൊക്കെ തന്നോ? ഇഷ്ടമായി? ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ? എല്ലായിടത്തും ഗസ്റ്റൊക്കെ ആയിട്ട് പോവാറുണ്ട്. ഏറ്റവും ഇഷ്ടമായി ഒരു സ്ഥലത്ത് പോയപ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നിയ എവിടെയായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായി. ഏറ്റവും ആദ്യം ചെയ്ത സ്റ്റേജ് പ്രോഗ്രാം ഏതാന്ന് ഓർമ്മയുണ്ടോ? അമൃത TV ആണ്. അമൃത TV-യിലാണ്. അപ്പൊ അതിലേക്ക് ആരാ ഇൻവൈറ്റ് ചെയ്തേ? അവിടുത്തെ ആൾക്കാരാണ് ഇൻവൈറ്റ് ചെയ്ത് ഇഷ്ടമായി. ഓക്കെ. അപ്പം ഭാവിയിൽ ആരാവാനായിട്ട് ഇഷ്ടം ശരിക്കും? സിംഗർ. എങ്ങനെ? റാപ്പ് സിംഗറാണോ അല്ലെങ്കിൽ മെലഡി പാടുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് പാട്ട് പാടുന്ന ആൾക്കാരാണായിട്ടാണ്? മെലഡി ഇഷ്ടമാണ്. നമുക്കൊരു മെലഡി പാട്ട് കേൾക്കാം. ഏതാ ഇഷ്ടമുള്ള പാട്ട്? എല്ലാം ഇഷ്ടം. എന്നാലും ഇഷ്ടമുള്ള ഒരെണ്ണം പാടും. അന്തിച്ചോപ്പുമാഞ്ഞും മാനത്താരോ മാരിവില്ലിൻ തെങ്ങൽ തൂക്കും നിന്റെ ചെല്ലക്കാതിൽ കുഞ്ഞിക്കമ്മലിന്നോണം തങ്കത്തിങ്കൾ നുള്ളി പൊട്ടും തൊട്ട് വെണ്ണിലാൽ കണ്ണും നട്ട് നിന്നെ ഞാൻ ഈ വാഗച്ചോട്ടിൽ കാത്തിരിക്കുന്നു തേൻകിനിയും തെന്നലായി നിന്നരികിൽ വന്നു ഞാൻ കാതിലൊരു മന്ത്രമാ കാകളികൾ മൂളവേ നാണം കൊണ്ടെൻ
വന്നോ? സിനിമയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ ഒരു സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു പടം? അത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത പല്ലുട്ടീനെ എൻഡിസ്കിൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. ഞങ്ങളെ ഒരു പാട്ടില് ഫുള്ള് പെർക്കഷൻ വായിച്ചത് ഞങ്ങളാ. അത് മണികണ്ഠനായിപ്പാന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ അവസരങ്ങൾ വരുമോ, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കോൾസ് വരുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ നിന്ന് കോൾസ് ഒക്കെ പോയിട്ടുണ്ട്. ഒരു സിനിമയിൽ പോയി അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങള്. നിങ്ങൾ എല്ലാരും ഉണ്ട് അതില്? ഏത് സിനിമയായിരുന്നു അത്? സിനിമ 7 സുന്ദര സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ആഗ്രഹമുണ്ടോ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമാണോ, അതോ പാടണമെന്നാണ് കൂടുതൽ ആഗ്രഹം? നമുക്ക് രണ്ടും ആഗ്രഹമൊക്കെ ഉണ്ട്. ഉണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നു. പേര് പറഞ്ഞോ? ബാഹിത് കൃഷ്ണ. ബാഹിത് കൃഷ്ണ. ഈ വലിയ വലിയ പേരൊക്കെ എങ്ങനെ താങ്ങുന്നത്? വീട്ടിൽ എന്നെ വിളിക്കുന്നേ? ലാലു. ലാലു, അതാണ് സിമ്പിൾ. ലാലു. ലാലുവിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ആരാ ലാലു എന്നറിയോ? നമ്മൾ സിനിമ കണ്ടിട്ടില്ല? ദുൽഖർ സൽമാനൊക്കെ ഉള്ള സിനിമ അത് കണ്ടിട്ടില്ലേ? അതില് ആരാ ലാലു ആരെ വിളിക്കാ? കേട്ടിട്ടുണ്ടോ? അപ്പൊ DQ ഫാനാണോ? സിനിമയിൽ ആരാ ഏറ്റവും ഇഷ്ടം? ഏത് നടനാ ഏറ്റവും ഇഷ്ടം? വിജയ് ഫാനാണ്. ആണ്. അപ്പം ഈ പാട്ട് കേട്ടിട്ട് വിജയ് സാർ കമന്റ് ചെയ്യാനാണെങ്കിൽ എന്തായിരിക്കും മനസ്സിൽ തപ്പെട്ട അവസ്ഥ എന്തായിരിക്കും? വിജയുടെ കൂടെ പ്രോഗ്രാം ചെയ്യണം. വിജയുടെ പ്രോഗ്രാം. അനിരുദ്ധ് സാറ് നിങ്ങളെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെ വീഡിയോസ് ഒക്കെ ആൾ കാണാറുണ്ട്. ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആരുടെ അടുത്തേലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് പാടാനൊരു അവസരം തരോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ കണ്ടിട്ട് ഒരുപാട് പേര് തന്നിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇതുവരെ എത്ര സ്റ്റേജസ് പ്രോഗ്രാംസ് ചെയ്തു? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോയിട്ട് പാരഞ്ജിത്ത് സാറിന്റെ ഷോയിലൊക്കെ പോയിട്ടുണ്ട്. ആളെ നേരിട്ട് കണ്ടിട്ടുണ്ട്? കണ്ടുകൊണ്ട് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു ആള്. ആണല്ലേ? എന്താ സംസാരിച്ച ശരിക്കും? അല്ല, ഞങ്ങളോട് പറഞ്ഞു ഇതേപോലെ നന്നായിട്ട് മുന്നോട്ട് പോകാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങക്ക് നല്ല ആ പരിപാടിയിൽ നല്ല നന്നായിട്ട് ഞങ്ങക്ക് അപ്രീഷിയേറ്റ് ചെയ്തത്. ഓക്കെ, ശരിക്കും പ്രോഗ്രാം ചെയ്ത് പൈസ ഒക്കെ കിട്ടി തുടങ്ങിയോ? പൈസ വയ്ക്കാൻ ചെറുതായിട്ട് ഞങ്ങളുടെ ചെലവെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് പോവാനും ട്രാവലിങ്ങും ഈ സാധനങ്ങളൊക്കെ. ഇപ്പൊ ആളുകൾ ചോദിക്കില്ലേ ഇതിന് വലിയ ചെലവൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കില്ലേ? ചെലവില്ല ചോദിക്കുകയാണെങ്കിൽ നമ്മളത് സാധാരണ പോലെയല്ല, കുറച്ചുകൂടി പുറമേക്ക് കൊണ്ടുപോകാനും എളുപ്പത്തിനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്നും അയച്ചെടുക്കാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അതൊക്കെ അയച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ? ഏത് സാധനങ്ങളൊക്കെ എങ്ങനെ വേണ്ടി? ഇപ്പൊ ഇതിന്റെ ഒക്കെ നിറമൊക്കെ പോയി തുടങ്ങിയില്ലേ? അപ്പൊ ഇത് നിങ്ങൾ മാറ്റോ? ഇത് ചിലപ്പോ 2-3 പരിപാടിയൊക്കെ കുട്ടി കഴിയുമ്പോ ചിലപ്പോ പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ വേറെ സെറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പെയിന്റ് ഒക്കെ നമ്മള് സ്റ്റേജ് ഷോക്ക് പോകുമ്പോ കുറച്ചുകൂടി സ്റ്റേജിൽ നിന്ന് കാണുമ്പോ കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിട്ട് അടിക്കുന്നു. അങ്ങനെ അതിന് വേണ്ടിട്ട് ചെയ്യുന്നല്ലേ? ഈ പെയിന്റിന്റെ ബോക്സ് ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ കൊട്ടി തുടങ്ങാം എന്നൊക്കെ നിങ്ങളടുത്ത് ആദ്യം പറഞ്ഞതാരാ? അങ്ങനെ പറഞ്ഞില്ല, ശരിക്കും ഞങ്ങള് അതായത് ഇതിന് തന്നെക്ക് ചെയ്തതാ. അതങ്ങനെ നമുക്കറിയാം. ഐഡിയ എനിക്കൊന്ന് കോവിഡ് ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ശരിക്കും തുടങ്ങിയത്. നിങ്ങളൊക്കെ എല്ലാവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? ഞങ്ങളെല്ലാരും ചെറുപ്പം തൊട്ടിട്ട് വീടിന്റെ അടുത്തുള്ളവരെല്ലാരും അങ്ങോട്ട് പരസ്പരം കാണുന്നവര്. അങ്ങനെ ചെറുപ്പം തൊട്ടേന്ന് പറയുമ്പോ നിങ്ങളെല്ലാം പല സൈസാണ്, പല ഏജാണ്. ഇതുണ്ട് കുട്ടി താരം ഒരാളുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു ബോണ്ടിങ് എങ്ങനെയാ ശരിക്കും പറഞ്ഞ? അല്ല, ഞങ്ങളിവിടെ അങ്ങനെ എല്ലാരും അടുത്തടുത്ത വീടുകൾ തന്നെയാണ്. വീട്ടില് പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോ അച്ഛനും അമ്മയൊക്കെ എന്താ പറയാ? അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റേജിലൊക്കെ പോകുമ്പോ. എനിക്ക് ശരിക്കും ഇനി ആരുടെ കൂടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്? ഞങ്ങക്ക് വേടന്റെ കൂടെ പെർഫോം ചെയ്യണമെന്നുണ്ട്. പിന്നെ അനിരുദ്ധ് സാറ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഒപ്പൊക്കെ എല്ലാവരും വേടന്റെ ഫാൻസ് ആണ് അല്ലെ? ഞാൻ ശരിക്കും വേടൻ ഇത് അയച്ചു കൊടുക്കാം. നിങ്ങൾ അത് കാണുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളെ വിളിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. അല്ല, ഞങ്ങളായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞങ്ങക്ക് വാട്സപ്പിലൊക്കെ അല്ല ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആള് ഞങ്ങളെ ഭയങ്കരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. പക്ഷെ ഞങ്ങക്ക് കണ്ടുമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഇന്റർവ്യൂലൂടെ അത് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, എല്ലാരും വേടന്റെ ഫാൻസ് ആണ് അല്ലേ? ശരിക്കും എന്തുകൊണ്ടാ വേടന് ഇത്രയും ഇഷ്ടമാകാൻ കാരണം?
പാട്ടുകളാവും. ഞങ്ങള് ഇപ്പൊ ഏടന്റെ പാട്ടുകളൊക്കെ പെർഫോം ചെയ്യുമ്പോ ഭയങ്കര ആൾക്കാർ ഇവനാണ് ചെയ്യാറ് ഏടന്റെ പാട്ടുകൾ പാടാൻ. വേടന്റെ വലിയ ഫാനാണ്. അപ്പൊ ഓഡിയൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര സപ്പോർട്ടാണ് ഏടന്റെ പാട്ട് വരുമ്പോ. ശരി, ഇതിൽ ഏറ്റവും കുസൃതി ആയിട്ടുള്ള ആളായിരിക്കും? അങ്ങനെയല്ല, എല്ലാരും കുസൃതിയാണ്. എല്ലാവർക്കും ഒറ്റ കുട്ടിക്കല് അങ്ങനെയൊക്കെ ഉണ്ട്. ഇച്ചിരി കുറുക്ക് കൂടുതലുള്ള ആരായിരിക്കും? ഓൾറെഡി അല്ല അല്ല പിള്ളേരൊക്കെ അല്ലേ? ഒക്കെ പിന്നെ ഇവൻ 4 ഇവനും 4 പിന്നെ മിക്കവര് 4 ഒക്കെ 7 പഠിക്കണം. മിക്കവരും ഒരേ ഏജ് ആയ കാരണം അങ്ങനെ വലിയതൊന്നും പറ. എന്റെ അടുത്ത് രഹസ്യമായിട്ട് പറ, ഇതിൽ ഏറ്റവും കൂടുതൽ കുറുമ്പ് കാണിക്കുന്ന ആരാണ്? അങ്ങനെയില്ല, എല്ലാരും പാട്ട് പാടാൻ വിളിച്ച എല്ലാരും കൃത്യമായിട്ട് വരുമോ? പ്രാക്ടീസിനൊക്കെ വരാറുണ്ട്. ഡെയിലി പ്രാക്ടീസ് ചെയ്യോ? അവധി ദിവസങ്ങളിൽ മാത്രം. സ്കൂളിൽ എങ്ങനെയാ? സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാ. സ്കൂളിൽ എങ്ങനെയാ? എത്രയാ? പഠിപ്പിച്ചിട്ടാണോ അതോ പാട്ടുകാരനാണോ? എന്തെല്ലാം ചെയ്യും, പഠിക്കൊക്കെ ചെയ്യും. ഓൾറൗണ്ടാണോ? പാട്ടല്ലാതെ എന്തൊക്കെ പരിപാടിയുണ്ട് കയ്യില്? പൊട്ടും പിന്നെ പഠിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പാട്ടല്ലാതെ എന്തൊക്കെയുണ്ട്? പൊട്ടും പിന്നെ പഠിക്കൂലേ? അങ്ങനെയാണോ? അങ്ങനെ അത്രേ ഉള്ളൂ. ഈ പാട്ടല്ലാതെ വേറെ എന്തൊക്കെ പരിപാടി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കൂടുതലുണ്ട്? ഒരുത്തം വന്നിട്ടില്ല, അമൃത്. അവൻ വരയ്ക്കും. പിന്നെ അങ്ങനെ അച്ഛൻ ആള് വരയ്ക്കും. പാട്ട് വരയൊക്കെയാണ് മെയിൻ പരിപാടീസ് അല്ലേ? ഓക്കെ, നമുക്ക് അന്ന് ഒരു കാര്യം ചെയ്യാം. ഇദ്ദേഹത്തിനെ കൊണ്ട് വേടന്റെ ഒരു പാട്ടുകൾ പഠിപ്പിക്കാം. വിയർപ്പത്തുള്ളിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ലേ വിധിച്ചതു നമുക്ക്, ഉച്ചക്കിറിക്കിന് ഉയരത്തിൽ പറക്ക്. ചെറിൽ പൂത്താലും താമര കണക്ക്, ചെറുപോര മണ്ണിൽ ജീവിക്കാം നമുക്ക്. കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് തരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, തലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തൊട്ട്, കുതിര പോലെ പാഞ്ഞ് വേണ്ടതെല്ലാം ജല്ലിക്കെട്ട്. കയറ് വിട്ട് കാള ജീവിതമോ ജല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളുകൾ ഒന്നും പറയില്ലടാ. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. അടിപൊളി. കുട്ടി ഫാനാണ് വേടന്റെ അല്ലേ? ഓക്കെ, അപ്പം ഓരോ ഷോസും കഴിയുമ്പോഴത്തേക്കും ഏറ്റവും നന്നായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഏറ്റവും വിഷമം തോന്നി സ്റ്റേജിൽ നിന്ന് പോകുന്ന അവസരം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വിഷമത്തോടെ സ്റ്റേജിൽ നിന്ന് പോന്നിട്ടുണ്ടോ? വിഷമത്തോടെ വെച്ചാൽ ഞങ്ങള് ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഗോട്ട് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒരു അടച്ചിട്ട ഒരു ഹാളിലായിരുന്നു. അവിടെ വെച്ചിട്ട് പൊട്ടാനിടയില് ഞങ്ങളുടെ ഒരു സിമെന്റ് പൊട്ടി നിലത്തേക്ക് ആ കാലം പോയി. അതിപ്പോ ചെറിയ വിഷമം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കുറച്ച് സങ്കടമായില്ലേ? ജഡ്ജസ് എന്ത് പറഞ്ഞു ആ സമയത്ത്? കുഴപ്പമില്ല. എങ്ങനെ റിയാലിറ്റി ഷോസിനൊക്കെ ഓഡീഷൻസ് ഒക്കെ പോയിട്ടുണ്ടോ? ഓഡീഷനായിട്ട് പോയില്ല, നമ്മളെ ഒരു റിയാലിറ്റി ഷോ എന്നൊക്കെ വിളിച്ച് പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ? അല്ല, ഇല്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടോ റിയാലിറ്റി ഷോസിലേക്ക് പോകണം എന്നുള്ളത്? അല്ല, അങ്ങനെ നമ്മൾ ഒരുവിധം ഒക്കെ ഇനിയും കിട്ടണെങ്കിൽ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, സിംഗേഴ്സ് ഉണ്ടാവും. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണ്? മലയാളത്തില് അങ്ങനെ കുറെ പേരുണ്ട്. സുഷിൻ ശ്യാം, അങ്ങനത്തെ ഒരുപാട്. സുഷിൻ ശ്യാം ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇലുമിനാറ്റി പാട്ട് ചെയ്തില്ലേ ആവശ്യത്തില്. അപ്പൊ ഞങ്ങളെ വീഡിയോ കോളൊക്കെ വിളിച്ച് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാരും പാട്ടൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം. സുഷിന്റെ ഏത് പാട്ടാ? മഞ്ഞുമൽ ബോയ്സിലെ പാട്ടാ പാടിയത്? മഞ്ഞുമലത്തെ കുതന്തറ പറഞ്ഞ പാടി, പിന്നെ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ട്. ഇലുമിനാറ്റിയും പാടിയിട്ടുണ്ട്. അത് ഇനി സിംഗേഴ്സിൽ ആരെയാ ഏറ്റവും ഇഷ്ടം? സിംഗേഴ്സില് സുഷിൻ പാട്ടും പാടുമല്ലോ. വേറെ ഇഷ്ടമാണ്. ഇപ്പം ഒരു അവസരം മലയാളത്തിലും തമിഴിലുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യാ?
അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മള് രണ്ടും ചൂസ് രണ്ട് choose ചെയ്യും. അങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല അല്ലേ? Okay. ഇനി ശരിക്കും വേടന്റെ കൂടെയാണ് സ്റ്റേജ് പെർഫോം ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. വേടൻ അല്ലാതെ വേറൊരാള് ആരായിരിക്കും? വേണല്ലാതെ നമ്മളെ കണ്ടുപിടിച്ച അനിരുദ്ധ് സാറ്, അങ്ങനത്തെ വലിയ വലിയ റഹ്മാൻ സാറ്, അങ്ങനത്തെ ചെറിയ പരിപാടികളൊന്നുമില്ല, നമ്മള് വലിയ പരിപാടി വലുത് ആഗ്രഹിച്ചു. അതെ, ആഗ്രഹം നമുക്ക് എന്തും ആകാലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമല്ലേ, അതന്നെയല്ലേ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങക്ക് ഫ്യൂച്ചറിൽ ഇതിനൊരു വലിയ ബാൻഡായിട്ട് മാറ്റാനൊക്കെ ആഗ്രഹമുണ്ടോ? നമുക്ക് ആഗ്രഹമുണ്ട്. ഇതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമുക്ക് നല്ല ലെവലിൽ. ഈ ഡബ്ബ ബോയ്സ് എന്നുള്ള പേര് ആരായിട്ടത്? ഡബ്ബ ബീറ്റ് എന്നുള്ളത് ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ക്യൂവിന് കൊടുത്താൽ ഞങ്ങൾക്ക് സജഷൻ ആയിട്ട് വല്ല പേര് തരും. അപ്പോൾ ഒരു ചേട്ടൻ ഡബ്ബാന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഡബ്ബ ബീറ്റ് ചേർത്തി. ഡബ്ബ ബീറ്റ്സ്. ശരിക്കും ഞാൻ ബോയ്സ് എന്നാണ് പറയുന്നത്, കാരണം എനിക്ക് ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് ഡബ്ബ ബോയ്സ് എന്ന് പെട്ടെന്ന് പറയുന്നത്. ശരിക്കും ഇവരുടെ പേര് ഡബ്ബ ബീറ്റ്സ് എന്നാണ് അല്ലെ? നിങ്ങളുടെ ഒരു പെൺകുട്ടിയും കൂടി ഇല്ലായിരുന്നു, ആളെവിടെ? അവള് ഇപ്പൊ സ്ഥലത്തില്ലേ, അവളുടെ വീട് കുറച്ച് ദൂരം. ഓക്കെ, ആളുണ്ട് ഇപ്പൊ കൂടത്തിലുണ്ട്. ശരിക്കും ഒരു പെൺകുട്ടിയുടെ വേണമല്ലേ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് വന്നാണ്, അത് ഓൾറെഡി നിങ്ങളുടെ ടീമിൽ ആ കുട്ടി ഉണ്ടോ? അല്ല, ഞങ്ങളൊക്കെ എല്ലാരും അറിയണവരെന്നെ. അപ്പൊ നമുക്ക് ഫീമെയിൽ കിട്ടിയാൽ നന്നാവും എന്നുള്ളതില്. അപ്പൊ നിങ്ങക്ക് മ്യൂസിക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്കായിട്ടൊരു പാട്ടൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത് ചെയ്തു തുടങ്ങിയോ? ചെയ്തു വെച്ചിട്ടുണ്ടോ? ചെയ്തു തുടങ്ങിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അപ്പൊ എനിക്കുള്ള ഒരു പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അതൊക്കെ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. നിങ്ങള് കുട്ടികളാണ്, വളർന്നു വരുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതിനും നിങ്ങൾ തരുന്ന മറുപടിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇത്രയും നല്ല കഴിവുള്ള കലാകാരന്മാരെ കാണാൻ പറ്റിയത് തന്നെ ഞാൻ വലിയ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിത്തടകൾ പഠിച്ചവനല്ല, വീരനുമല്ല, കൊടുമുടികൾ കടന്നവനല്ല, കേവനുമല്ല, ആളുന്ന വേലയ്ക്ക് പോകുന്ന തലനി, ആളുന്ന ലോകത്തിൻ മോഹത്തിൻ നിരണി, അന്നത്തെ അന്നത്തിനായി